വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെക്കാൾ ഇഷ്ടമുള്ളത് ഉപവസിക്കുന്ന വ്യക്തികളെയാണെന്ന് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവ് 58-ൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്: എനിക്ക് ഇഷ്ടമുള്ള നൊയമ്പും മനുഷ്യൻ ആത്മതപന ചെയ്യുന്ന ദിവസവും. അതിൻ്റെ അവസാനം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്ന്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം ഉപവാസമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യം ഉപവാസമാണ് എന്നാണ് നമുക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമാണെന്ന് ദൈവം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, എന്നാൽ ഉപവസിക്കുന്നത് ഇഷ്ടമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെക്കാൾ ഉപവസിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഉപവസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് എന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ദൈവത്തിന് ഇഷ്ടമാണ് ഉപവാസം എന്നുള്ളത് കൊണ്ട് ഈ ഉപവസിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ നമ്മൾ ഉപവസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉപവസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്, പക്ഷെ അത് ഉപവസിക്കേണ്ടതുപോലെ ഉപവസിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. ആ ഉപവാസം ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതിന് യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്: നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നൊയമ്പ് നോക്കുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥമായ ഒരാത്മാവിലല്ല, അല്ലെങ്കിൽ ഹൃദയത്തോടെ അല്ല അവർ ഉപവസിക്കുന്നത് എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണത് ദൈവത്തിന് ഇഷ്ടമല്ല എത്ത ഉപവാസമാണെന്ന് പ്രവാചകന്മാർ പറഞ്ഞത്. യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടും സങ്കടത്തോടും മനസ്താപത്തോടും കൂടെ ദൈവത്തിലേക്ക് തിരിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥമായ ഉപവാസം. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ഒരാചാരമായിരുന്നു, അവർ ക്രമമായിട്ടത് ചെയ്തു വന്നു എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് പരീശന്മാർ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും. അപ്പോൾ കൃത്യമായിട്ടും അവർ 2 ദിവസം ഉപവസിക്കുന്ന ഒരു ക്രമം അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ആചാരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉപവാസം ഒരു ആചാരമായി യഹൂദന്മാർക്ക്, അല്ലെങ്കിൽ ഒരു കൽപ്പനയായി യഹൂദന്മാർക്ക് നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഉപവാസം ഒരു ആചാരമായിട്ടോ ഒരു ക്രമമായിട്ടോ ചട്ടമായിട്ടോ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഉപവാസം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഉപവാസം എന്തിനാണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഉപവസിക്കുന്നുവെങ്കിൽ ആ ഉപവാസം ദൈവത്തിന് പ്രാർത്ഥനയേക്കാൾ ഇഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഉപവാസം എന്തിനാണ്, അല്ലെങ്കിൽ ഉപവാസം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഉപവസിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലൊരു സഹോദരി, വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു സഹോദരിയുടെ കുട കാണാതെ പോയി. അപ്പോൾ കുട കാണാതെ പോയി കഴിഞ്ഞപ്പോൾ ആ സഹോദരി 3 ദിവസം ഉപവാസം വെച്ചു. അതെന്തിനാണെന്നറിയോ? ആ സഹോദരി സഭയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞതാണ്: ഞാൻ എൻ്റെ കുട കാണാതെ പോയി, ഞാൻ ദൈവസന്നിധിയിൽ 3 ദിവസം ഉപവാസത്തോടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുട കിട്ടിയില്ല, കാണാതെ പോയ കുട കിട്ടിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ കാണാതെ പോയ കുട കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സഹോദരി ഉപവസിച്ചത്.
ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ആ സഹോദരിയെ പരിഹസിക്കുവാനോ അല്ലെങ്കിൽ ആ സഹോദരി ചെയ്ത് ശരിയല്ല എന്ന് പറയാനൊന്നും അല്ല ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഉപവാസത്തിൻ്റെ ഉദ്ദേശം ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉപവാസത്തിൻ്റെ ഉദ്ദേശം ശരിയല്ലാതെ ഉപവസിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നാണ് യെശയ്യാവിൻ്റെ പുസ്തകം 58:4 നമ്മൾ വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉപവാസം ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉപവസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. വിശദീകരിക്കാനൊന്നും സമയമില്ല, കാരണം വീഡിയോയുടെ ദൈർഘ്യം കൂടുന്തോറും കാണാൻ ആൾക്കാർക്ക് മടിയാണ്. അപ്പോൾ എന്തിനാണ് ഉപവസിക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. ഉപവസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ട് മനസ്താപത്തോടും സങ്കടത്തോടും കൂടെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവസാന്നിധ്യ ബോധത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഉപവാസം എന്ന് പറയുന്നത്. അതിനെ ഞാനിങ്ങനെ ഒറ്റ വാക്കിൽ പറയാം. ഉപവസിക്കുന്നതെല്ലാം മനുഷ്യൻ്റെ ജഡീകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ജഡീകമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല. അതുകൊണ്ടാണ് ജഡത്തെ നിഗ്രഹിക്കാൻ വേണ്ടി ആഹാരം വർജിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഉപവാസത്തോടുള്ള ബന്ധത്തിൽ ആഹാരം വർജിക്കുന്നത് ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് മരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ജഡീകമായ ഇച്ഛകൾ മരിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആത്മാവിനെ ഉത്തേജിപ്പിക്കുവാൻ, ആത്മാവിനെ ഉണർത്തുവാൻ, ആത്മാവിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപവാസം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവോട് സമ്മേളിച്ചുകൊണ്ട് അത് ഒന്നായി വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് ഒന്നായി ചേർന്ന് വസിക്കുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ദിവസങ്ങളാണ് ഉപവാസം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവിലേക്ക് വന്ന് മനുഷ്യാത്മാവും ദൈവാത്മാവും കൂടെ സമ്മേളിച്ചുകൊണ്ട് ഒരുമിച്ച് ഉപവസിക്കുന്ന ദിവസമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഉപവാസത്തിൻ്റെ ഉദ്ദേശം തന്നെ. ഒറ്റ വാക്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന്, അപ്പോൾ നമ്മുടെ ആത്മാവ് ചൈതന്യം പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവിൻ്റെ സമ്മേളനം നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് നമ്മൾ ഉപവസിക്കുന്നത്. എന്നാൽ ഇന്ന് ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തന്നെ എന്തിനാണെന്നറിയോ? ഈ ആഹാരം വർജിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. ആഹാരം വർജിക്കുന്നത് മനുഷ്യൻ്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ മരിപ്പിക്കുവാനാണ്, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇച്ഛകളെ മരിപ്പിക്കുവാനാണ് നമ്മൾ ആഹാരം വർജിക്കുന്നത്. പക്ഷേ എന്നിട്ട് നമ്മൾ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഉപവാസത്തിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഉപവസിക്കുന്നതിൻ്റെ ഉദ്ദേശവും നമ്മുടെ ജഡീകമായ അല്ലെങ്കിൽ ഭൗമികമായ ആവശ്യങ്ങളെ നിറവേറ്റേണ്ടതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ മരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജഡത്തെ മരിപ്പിക്കുവാൻ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ മരിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആഹാരം വെടിഞ്ഞ് ഉപവാസത്തിലിരിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഉപവാസത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ നമ്മുടെ ജഡീകമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഉപവാസം എന്തിനാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉപവാസത്തിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ജഡീകമായ സകല ഇച്ഛകളെയും മരിപ്പിച്ചുകൊണ്ട് ദൈവികമായ സാന്നിധ്യബോധത്തിൽ ദൈവാത്മാവിനോട് സഹവസിച്ച് ഇരിക്കുന്ന ദിവസങ്ങളാണ് ഉപവാസം. അപ്പോൾ അത് എത്ര ദിവസമാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഉപവാസത്തിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഉപവാസത്തിൻ്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് കാണുന്ന ഉപവാസങ്ങളൊന്നും ഈ ഉദ്ദേശത്തോടെയല്ല. അതുകൊണ്ടാണ് യോവേലിലൂടെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയുവിൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, അനുതാപത്തോടെ, സങ്കടത്തോടെ ആണ് ഉപവാസത്തിനിരിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ഉപവാസം കാണാനേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ 3 കാര്യങ്ങൾ പറയാം. യഥാർത്ഥമായ ഉപവാസത്തിൽ നാം
ആചരിക്കേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടതായ 3 കാര്യങ്ങൾ പറയാം. ചിലർ 40 ദിവസം ഉപവസിക്കും. അപ്പോൾ 40 ദിവസം ഉപവസിച്ചാൽ ഉള്ള പ്രത്യേകത എന്നാണെന്നറിയോ? ഈ 40 ദിവസം ഉപവസിക്കുന്നവർ വളരെ കുറവാണ്. ആ 40 ദിവസം ഉപവസിച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 40 ദിവസം ഉപവസിച്ച വ്യക്തി എന്തോ ഒരു വലിയ സാഹസികമായ കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്തതുപോലെ അവൻ വളരെ അഹങ്കാരത്തോടും നിങ്ങളത്തോടും കൂടിയായിരിക്കും 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥ. പിന്നീട് എല്ലാവരും പറയുന്നത് 40 ദിവസം ഉപവാസത്തിലിരുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞ മനുഷ്യനെ പുകഴ്ത്തുവാനും ആ മനുഷ്യൻ്റെ ഉള്ളത്തിൽ ഞാൻ 40 ദിവസം ഉപവാസം ഇരുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണെന്ന് സ്വയം അഹങ്കരിക്കുവാനും ഒരു കാരണമാകും എന്നുള്ളതാണത്. ഈ 40 ദിവസം ഉപവസിക്കാനുള്ള കാരണം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചു എന്നുള്ള കാരണവും, മോശ ദൈവത്തോടു കൂടെ 40 ദിവസം ഇരുന്നു എന്നുള്ള കാരണവും, ഇസ്രായേൽ 40 വർഷം മരുഭൂമിയിലൂടെ നടന്നു എന്നുള്ളതുകൊണ്ടും, ഇങ്ങനെ ഈ 40ൻ്റെ സംഖ്യ എടുത്തുകൊണ്ടാണ് ഈ 40 ദിവസം ഉപവസിക്കുന്നത്. ചിലർ 7 ദിവസം ഉപവസിക്കുന്നുണ്ട്. കാരണം ദാവീദ് 7 ദിവസം ഉപവസിച്ചു എന്നതുപോലെ 7 ദിവസം ഉപവസിക്കുന്നവരുണ്ട്. ചിലർ 3 ദിവസം ഉപവസിക്കുന്നവരുണ്ട്. ചിലർ 1 ദിവസം ഉപവസിക്കുന്നവരുണ്ട്. എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഉപവസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ആ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു 40 ദിവസം ഉപവസിക്കുവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? യേശുക്രിസ്തു ഒരു ദിവസം ഒരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്, 40 ദിവസം ഇരുന്ന് കളയാം എന്നൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. യേശുക്രിസ്തുവിനെ ആത്മാവ് 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ യേശുക്രിസ്തുവിനെ 40 ദിവസം ഉപവസിക്കാനായിട്ട് പ്രേരിപ്പിച്ചു തരാമെന്നറിയോ? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആത്മാവിൻ്റെ പ്രേരണയോടെയാണ് യേശുക്രിസ്തു, ആത്മാവ് നയിച്ചത് കൊണ്ടാണ് യേശുക്രിസ്തു ഉപവാസത്തിലായിരുന്നത്. ഇന്ന് ഉപവസിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആത്മാവ് പ്രേരിപ്പിച്ചിട്ടാണോ നിങ്ങൾ ഉപവസിക്കുന്നത്? അത് നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ പ്രേരിപ്പിച്ചിട്ടാണോ ഉപവസിക്കുന്നത്? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ ഉപവസിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള പ്രേരണ കൊണ്ടാണോ ഉപവസിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. യേശുക്രിസ്തുവിനെ ആത്മാവ് പ്രേരിപ്പിച്ചു, ആത്മാവ് നയിച്ചു, അവൻ 40 ദിവസം ഉപവസിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഉള്ള ഉപവാസക്രമങ്ങളൊന്നും ആത്മാവ് നിയോഗിച്ച ഉപവാസക്രമങ്ങളായിരുന്നില്ല. അത് മനുഷ്യരുണ്ടാക്കിയ കൽപ്പനകളും മനുഷ്യരുടെ തീരുമാനപ്രകാരം ഉണ്ടായിരുന്ന ഉപവാസവുമാണ്. അതിലേറ്റവും മുമ്പന്തിയിൽ നിന്നത് പരീശന്മാരാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിനോട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതെന്ത്? അപ്പോൾ യോഹന്നാൻ്റെ കാലം വരെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അപ്പോൾ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ഉപവാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും യഹൂദന്മാർക്ക് നൽകിയ ഒരു ആചാരവും ഒരു കൽപ്പനയും അവരുടെ ഒരു ക്രമവുമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു. അവർ നിരന്തരം ഉപവസിക്കുന്നവരായിരുന്നു. അപ്പോൾ ഈ ഉപവാസത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലോ അതൊരു ക്രമമായിട്ട് ചെയ്യുന്നതിലോ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നതിലോ അല്ല കാര്യമിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് നാം ഉപവസിക്കുന്നത് ആത്മാവിൻ്റെ പ്രേരണയാലായിരിക്കണം എന്നുള്ളതാണ്. ആത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ 1 ദിവസം ഇരിക്കാനാണെങ്കിൽ 1 ദിവസം, 7 ദിവസം ഇരിക്കാനാണെങ്കിൽ 7 ദിവസം, 40 ദിവസം ഇരിക്കാനാണ് ആത്മാവ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ 40 ദിവസം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആത്മാവിൻ്റെ പ്രേരണ കൂടാതെ ഉപവാസത്തിൽ ഇരിക്കരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു പറഞ്ഞു, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഉപവാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്,
ഉപവസിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഉപവസിക്കരുത്. അതായത് മനുഷ്യരുടെ മുമ്പാകെ ഷൈൻ ചെയ്യാൻ ഉപവസിക്കരുതെന്നാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 40 ദിവസം ഉപവസിക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പാകെ ഷൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം മനുഷ്യരുടെ മുമ്പാകെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപവാസം എടുക്കരുതെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അങ്ങനെ ഉപവാസം എടുത്തു കഴിഞ്ഞാൽ അത് ദൈവം അംഗീകരിക്കുന്ന ഉപവാസമല്ല. അതുകൊണ്ട് അത് യേശുക്രിസ്തു പറയുന്നതെന്നറിയോ, അതിൻ്റെ 17-ാം വാക്യം പറയുന്നത്, 6:17 പറയുന്നത്, നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് എന്നാണ് പറഞ്ഞത്. അപ്പം മനുഷ്യരുടെ മുമ്പാകെ ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ല ഉപവസിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഉപവസിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് നീ ഉപവസിക്കുന്ന കാര്യം ലോകത്തിലുള്ള മനുഷ്യരെ അറിയിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചു വരുത്തുവാൻ, ദൈവത്തിൻ്റെ മുമ്പാകെ നെടുമ്പാട് വീട് മനസ്താപത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലിരിക്കുന്ന ആ അനുഭവത്തെയാണ് ഉപവാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള സഹവാസത്തിനാണ് ഉപവാസം എന്ന് പറയുന്നത്. അത് മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യരുതെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഈ ഉപവാസം രഹസ്യത്തിലാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, ഈ ഇന്ന് അനേക ഉപവാസം അനുഷ്ഠിക്കുന്നവരും പഴയ നിയമത്തിലെ വചനം എടുത്തിട്ട് പറയും, യോവേലിൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഉപവാസം പ്രസിദ്ധപ്പെടുത്തുവിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപവാസം പ്രസിദ്ധപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പഴയ നിയമകാലത്തുള്ള ഉപവാസമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്ന് വരും. അപ്പോൾ പഴയ നിയമകാലത്തുള്ള ഉപവാസം പുതിയ നിയമകാലത്ത് അനുഷ്ഠിക്കേണ്ട എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായി. അത് യേശുക്രിസ്തു പറഞ്ഞ തന്നെ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്ത എന്നാ എന്ന് ചോദിച്ചതിന് യേശുക്രിസ്തു പറഞ്ഞ മറുപടിയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: പഴയ വസ്ത്രം പുതിയ വസ്ത്രത്തോട് ചേർത്ത് തുന്നരുത്. അപ്പോൾ പഴയ വസ്ത്രം പുതിയ വസ്ത്രത്തോട് ചേർത്ത് തുന്നരുത്. അതുപോലെ തന്നെ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നും വെക്കരുത്. അപ്പോൾ ഇതെന്താണെന്ന് യേശു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാത്തവരാണ് പഴയ നിയമ പ്രകാരമുള്ള ഉപവാസം അനുഷ്ഠിച്ചു വരുന്നത്. അപ്പം അതിൻ്റെ കാരണം, പുതിയ നിയമ സഭയ്ക്ക് ഒരു ഉപവാസം ഒരു ക്രമമായിട്ട് അല്ലെങ്കിൽ ഉപവാസം ഒരാചാരമായിട്ട് അപ്പോസ്തലന്മാർ ആരും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഉപവസിക്കേണ്ടെന്നല്ല. ഉപവസിക്കുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെയും യേശുക്രിസ്തു ചെയ്തതുപോലെയും ചെയ്യണം. അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെയും അപ്പോസ്തലന്മാർ ചെയ്തതുപോലെയും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ചെയ്യണം. അല്ലാതെ പരീശന്മാർ ചെയ്തതുപോലെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും, ആഴ്ചയിൽ 2 വട്ടം. പരീശന്മാർ ചെയ്തത് വെള്ളിയാഴ്ചയും ബുധനാഴ്ചയുമാണ്. അപ്പോൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും പരീശന്മാർ ആചരിച്ചതുപോലെ ഇന്ന് പെന്തക്കോസ്തുകാർ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഉപവാസമാണ്. ആ ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെ ഈ വേദപുസ്തകം ഉപവാസം എന്താണെന്ന് പറയുന്നത് പോലെയുള്ള ഉപവാസമല്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ഉപവസിക്കണം. 2, ആരും അറിയാതെ ഉപവസിക്കണം. അതായത് ഞാൻ ഉപവസിക്കുകയാണെന്നുള്ള കാര്യം മറ്റാരും അറിയരുത്. കാരണം ഞാൻ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് സഹവസിക്കുന്ന അവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത്. അതിനാണ് ഉപവാസം എന്ന് പറയുന്നത്. ദൈവത്തോട് കൂടെ വസിക്കുക, ദൈവത്തോട് കൂടെ സമയം ചെലവഴിക്കുക. അപ്പോൾ അതാണ് 2ാമത്തെ കാര്യം. അപ്പോൾ അതാരും അറിയരുത്, പ്രസിദ്ധപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഇന്ന് ഉപവസിക്കുന്നവരെല്ലാം 7 ദിവസം ഉപവസിക്കുന്നതും 40 ദിവസം ഉപവസിക്കുന്നതും 3 ദിവസം ഉപവസിക്കുന്നതും എല്ലാം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പരസ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ പോസ്റ്ററുകൾ അടിച്ചും ഫ്ലെക്സ് വെച്ചും ഒക്കെ ലോകം മുഴുവൻ അറിയിക്കുകയാണ്. ഞങ്ങൾ ഉപവസിക്കുകയാണെന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിയിക്കുകയാണ്. എൻ്റെ സൗരന്മാരെ, നിങ്ങൾ ദൈവവചനത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഉപവസിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആത്മപ്രേരണ അനുസരിച്ച് വേണം ഉപവസിക്കുവാൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉപവസിക്കുന്നു എന്നുള്ള കാര്യം മറ്റാരെയും അറിയിക്കരുത്. രഹസ്യത്തിലുള്ള പിതാവിൻ്റെ മുമ്പാകെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ ഉപവസിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം 3-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതമനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? അപ്പോൾ പറയാണ്, ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അവർ ഉപവാസത്തിലിരിക്കുന്ന ദിവസം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉപവാസത്തിലിരിക്കുന്നവൻ ഒരു കാര്യവും അന്വേഷിക്കാൻ പോകരുത് എന്നുള്ളതാണ്. അവൻ്റെ ആവശ്യങ്ങളാകട്ടെ, അവൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളാകട്ടെ, അവൻ്റെ ശാരീരിക ആവശ്യങ്ങളാകട്ടെ, ഇങ്ങനെയുള്ള ഒരു ആവശ്യങ്ങളും അന്വേഷിക്കാൻ പോകാതെ ഇരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഉപവാസത്തിന് വേണ്ടി നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് 2 ശമൂവേൽ നമുക്ക് ദാവീദ് ബേർശേബയിലുണ്ടായ കൊച്ചിന് സുഖമില്ലാതിരുന്നപ്പോൾ ദാവീദ് 7 ദിവസം കരഞ്ഞ്, രാവും പകലും ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോടു കൂടെ ഇരുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ദാവീദ് 7 ദിവസം കഴിഞ്ഞപ്പോൾ 7 ദിവസം കരഞ്ഞ് ദൈവസന്നിധിയിൽ രാവും പകലും കരഞ്ഞുകൊണ്ടിരുന്നു. ആ ദാവീദ് എന്തിനു വേണ്ടിയാണ് കരഞ്ഞെന്നറിയോ? ആ കൊച്ച് സുഖമില്ലാതിരിക്കുകയാണ്. ആ കൊച്ചിനെ ദൈവം രക്ഷിക്കേണ്ടതിന് വേണ്ടി, ദൈവം കരുണ കാണിക്കേണ്ടതിന് വേണ്ടിയാണ് ദാവീദ് ഉപവസിച്ചത്. അങ്ങനെ കരഞ്ഞും ദൈവത്തെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കിടന്നുകൊണ്ട് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ 7 ദിവസം ഇരുന്നപ്പോൾ 7ാം ദിവസം കുഞ്ഞു മരിച്ചുപോയി. അപ്പോൾ ഭൃത്യന്മാർ വന്നിട്ടാണ് കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള സത്യം പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. 7 ദിവസം ഈ ഉപവസിച്ച ദാവീദ് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോവുകയോ ആഹാരം കഴിക്കുകയോ ആർക്കു വേണ്ടി ഉപവസിക്കുന്നുവോ ആ വ്യക്തിയെ കാണാൻ പോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉപവസിക്കുന്ന വ്യക്തി ഒരു കാരണവശാലും ഈ ഉപവാസ സന്നിധിയിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി സ്വന്തം കാര്യം നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പാടില്ല, ജഡീകമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഉപവാസം എന്നുള്ള പേരും പറഞ്ഞ് 2 നേരം അല്ലെങ്കിൽ 3 നേരം ആഹാരം കഴിക്കാതിരിക്കുന്നതിനെ അല്ല ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാവണം. വീട്ടാവശ്യങ്ങളിൽ നിന്ന്, ശാരീരിക ആവശ്യങ്ങളിൽ നിന്ന്, പൊതുവായിട്ടുള്ള ആവശ്യങ്ങളിൽ നിന്ന്, നമ്മുടെ ജോലി കാര്യങ്ങളിൽ നിന്ന്, നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്ന ജോലിക്കാരെ ജോലി ചെയ്യാതെ അവർക്ക് അവധി കൊടുത്തുകൊണ്ട്, അങ്ങനെ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരുന്ന് ദൈവവുമായിട്ട്, നമ്മുടെ ആത്മാവുമായിട്ട് ഒന്നായി തീർന്നിരിക്കുന്ന ആ അവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉപവാസം ഇന്ന് കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉപവസിക്കുക എന്ന് പറയുന്നത് പട്ടിണിക്ക് 2 നേരം ആഹാരം കഴിക്കാതെ പട്ടിണിക്ക് നടക്കുന്ന പരിപാടിയല്ല. ഇന്ന് പലരും അങ്ങനെ ചെയ്യുന്നത്. ഉപവസിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു, ഉപവസിച്ചുകൊണ്ട് പലതും വാങ്ങിക്കാനായിട്ട് പോകുന്നു, ഉപവസിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുകയാണ്. ചോദിക്കുമ്പോൾ ഉപവാസമെന്ന് പറയുകയും ഈ കാര്യങ്ങളൊക്കെ കാര്യാദികളെ നോക്കുകയും ചെയ്യുന്നത് എന്തെന്നാണ് ദൈവം ചോദിക്കുന്നത്. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യാദികളെ നോക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യരെല്ലാം കപടമായിട്ടാണ് ഉപവസിക്കുന്നത്. അത് കപടമായിട്ട് ഉപവസിക്കുന്നതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവർ മറ്റാരുടെയോ നിർബന്ധപ്രകാരം ഉപവസിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മനുഷ്യരെ അറിയിക്കാൻ വേണ്ടി ഉപവസിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അവർ ഈ ലോകത്തിലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഉപവസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഉപവാസം പോലും കപടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്ന ആ അവസ്ഥ അനുഷ്ഠിക്കുന്നവരാരെങ്കിലും എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം,
നിങ്ങളുടെ ഉപവാസം പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ആ ഉപവാസത്തിൽ ക്രമീകരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒന്ന്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വേണം ഉപവസിക്കുവാൻ. രണ്ടാമത്തെ കാര്യം, നീ ഉപവസിക്കുന്നു എന്നുള്ള കാര്യം ലോകത്താരും അറിയരുത്. കാരണം മനുഷ്യർക്ക് വിളങ്ങാനല്ല ഉപവസിക്കുന്നത്, ദൈവം മാത്രം അറിയേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നീ ഉപവസിക്കുന്ന ദിവസം 1 ആയാലും 3 ആയാലും 7 ആയാലും 40 ആയാലും ആ ഉപവസിക്കുന്ന ദിവസം ഉപവസിച്ചിരിക്കുന്ന ദൈവസന്നിധി വിട്ട് മറ്റൊരു കാര്യങ്ങൾക്കും എഴുന്നേറ്റ് പോകരുത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികം, നിങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിന് ഇഷ്ടമുള്ള ദിവസങ്ങളാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ഒരാചാരമായി ഉപവാസം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ഒരാചാരമായി ഉപവാസമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ് പഴയ വസ്ത്രം പുതിയ വസ്ത്രവുമായിട്ട് കൂട്ടിത്തുന്നരുത്. അപ്പോൾ പഴയ നിയമത്തിൽ യോവേലിൻ്റെ പുസ്തകത്തിൽ ഉപവാസം പ്രസിദ്ധപ്പെടുത്തുവിൻ, ഉപവാസം നിയമിപ്പിൻ, ജനത്തെ വിളിച്ചു കൂട്ടുവിൻ എന്നെല്ലാം എഴുതിയിട്ടുള്ളതുപോലെ നിങ്ങൾ ഇന്നും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരല്ല, മറിച്ച് നിങ്ങൾ യഹൂദന്മാരുടെ പ്രമാണം അംഗീകരിക്കുന്നവരാണ്. യഹൂദന്മാരുടെ ചട്ടങ്ങളും നിയമങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ നമുക്ക് എഴുതി തന്ന ലേഖനങ്ങളിലും കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യ വ്യവസ്ഥിതിയിലും നമുക്ക് പുതിയ നിയമത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ ഉപവാസം ഒരു ആചാരമായി പ്രഖ്യാപിക്കുകയോ ഉപവാസം ക്രമബദ്ധമായി ചെയ്യേണ്ട ഒരു കാര്യമായി എഴുതി തന്നിട്ടോ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം ഉപവാസം വേണ്ടെന്നല്ല. അപ്പോൾ ഉപവാസം ഈ 3 കാരണങ്ങളാൽ നാം ചെയ്യണമെന്നുള്ള ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഉപവസിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത ഉപവാസങ്ങളൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമായ ഉപവാസമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയേക്കാൾ ദൈവം ആദരിക്കുന്നത് ഉപവസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഉപവസിക്കുന്ന വ്യക്തി നിർബന്ധമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. 1, ആത്മാവിൻ്റെ പ്രേരണ കൂടാതെ ഉപവസിക്കാതിരിക്കുക. 2, മനുഷ്യരെ അറിയിച്ചുകൊണ്ട് ഉപവസിക്കാതിരിക്കുക. 3, സ്വന്തം കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഉപവസിക്കാതിരിക്കുക. ഉപവസിക്കുന്നവൻ തൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടുവന്ന് എത്ര ദിവസമാണോ ഇരിക്കുവാൻ അവന് കഴിയുന്നത് അത്രയും ദിവസം അവൻ ഉപവസിക്കുക. ഉപവാസം ജഡീകമായ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടല്ല, മറിച്ച് ആത്മാവിൻ്റെ ചൈതന്യത്തിന് വേണ്ടിയിട്ടും അകത്ത മനുഷ്യൻ ബലപ്പെടേണ്ടതിന് വേണ്ടിയിട്ടുമാണ് ഉപവാസം എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.